മിഴി പറഞ്ഞു തുടങ്ങി. മംഗലത്ത് തറവാട്. എൻ്റെ വീട് അത്യാവശ്യം ആസ്തിയുള്ള തറവാടാണ്. അവിടെ ദേവിക അമ്മയുടെയും വിശ്വൻ്റെയും ഒരേ ഒരു മകനാണ് എൻ്റെ അച്ഛൻ മാധവൻ, എൻ്റെ അമ്മ പാർവതി. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചാണ് കെട്ടിയേ. ഒറ്റ മകനായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വീട്ടിൽ പ്രശ്നമില്ലായിരുന്നു, അമ്മയുടെ വീട്ടിലും പ്രശ്നമില്ല. കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുമൊക്കെ കഴിപ്പിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. എല്ലാവരെയും ചേർന്ന് അമ്മയെ ഓരോന്നും പറഞ്ഞു തുടങ്ങി. പക്ഷേ അച്ഛനും വീട്ടുകാരും അമ്മയുടെ ഒപ്പം നിന്നു. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ അത്രയും ജീവനായിരുന്നു. ഒരു നേർച്ചയുണ്ടായിരുന്നു. അതിന് കുടുംബസമേതം പോയതായിരുന്നു അവർ. പക്ഷേ എതിരെ വന്ന ഒരു ലോറി ഇവരുടെ വണ്ടിയിലിടിച്ചു. അതിൽ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും മരിച്ചു. പിന്നെ അവർ ആകെ ഒരു ഷോക്കിലായിരുന്നു. അതിനൊരാശ്വാസം എന്ന പോലെ ആയിരുന്നു അത്. വിവാഹം കഴിഞ്ഞ് 10 വർഷം നീണ്ട കാത്തിരിപ്പിൻ്റെ ഫലമായി അമ്മ പ്രഗ്നൻ്റായി. അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അമ്മയുടെ ഓരോ ആഗ്രഹവും നിറവേറ്റാൻ അച്ഛന് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. പക്ഷെ അധികം നീണ്ടു നിന്നില്ല. പ്രായത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും വേറെന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടും അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രസവത്തോടെ അമ്മ മരിച്ചു. അച്ഛനാകെ തളർന്നുപോയി. ഉണ്ടായിക്കഴിഞ്ഞ് എന്നെ ഒന്ന് നോക്കാൻ പോലും അച്ഛന് നിന്നില്ല. അമ്മയെ കൊന്നവളെന്ന് കാണണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ പോയി. എന്നെ ആദ്യം എടുത്തത് വീട്ടിൽ പണിക്ക് വന്ന ആശ ചേച്ചിയായിരുന്നു. അവരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അമ്മയ്ക്ക് വേദന വന്നപ്പോൾ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും അച്ഛൻ എന്നെ നോക്കിയിട്ടില്ല, എടുത്തിട്ടില്ല, ഒരു ഉമ്മ തന്നിട്ടില്ല. എന്തിന് എനിക്കൊരു പേര് പോലും ഇട്ടില്ല. എനിക്ക് നക്ഷത്ര എന്ന പേരിട്ടത് ആ ആശ ചേച്ചിയാണ്. അമ്മ മരിച്ചതോടെ അച്ഛൻ കള്ള് കുടിച്ച് പതിവാക്കി. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാനൊന്നും അച്ഛനൊന്നും തന്നിട്ടില്ല. ചേർക്കാൻ പോലും വന്നില്ല. എല്ലാം ആശമ്മ അമ്മയുടെ ശമ്പളം മിച്ചം വെച്ചാണ് ചെയ്തത്. എനിക്ക് വേണ്ടി ഞാൻ കുഞ്ഞായതുകൊണ്ട് ആ അമ്മയുടെ വീട്ടിൽ പോലും പോകാതെയാണ് എന്നെ നോക്കിയത്. ഇനി പോയാലും എന്നെയും കൊണ്ടുപോകും. അമ്മയുടെ വീട്ടിൽ അമ്മയും അമ്മയുടെ ഭർത്താവും മാത്രമേ ഉള്ളൂ. അവർക്കും കുഞ്ഞുങ്ങളില്ല എന്ന് സ്വന്തം മകളെ പോലെ അവർ കാണുന്നേ. എൻ്റെ അച്ഛന് പകരം എന്നെ സ്നേഹിച്ചതും കഥ പറഞ്ഞു തന്നതും തോളിലെടുത്ത് നടന്നതും നെഞ്ചിൽ കിടത്തി ഉറക്കിയതുമൊക്കെ എൻ്റെ ദേവച്ചനാണ്. കള്ള് കുടിച്ചു വന്ന് എന്നെ എന്നും തല്ലും അച്ഛൻ. എനിക്കെൻ്റെ അച്ഛൻ്റെ കൂടെ നല്ലൊരു ഓർമ്മ പോലുമില്ല പറയാൻ. ആശമ വന്ന് മാറ്റിവിടും. ആ പാവത്തിനും കിട്ടും തല്ല്. ഒരിക്കൽ ദേവച്ചൻ വന്ന് കുറേ വഴക്ക് പറഞ്ഞു അച്ഛനെ. അതേ പിന്നെ എന്നോടുള്ള വാശിയും ദേഷ്യവും ഒന്നുകൂടെ കൂടി. നാളുകൾ കടന്നുപോയി. അച്ഛൻ എന്നോടുള്ള പെരുമാറ്റത്തിനൊരു മാറ്റവും വന്നില്ല. ഇതുവരെ ഒരു വട്ടം പോലും അച്ഛൻ എന്നെ സ്നേഹത്തോടെ പേര് വിളിച്ചിട്ടില്ല. അമ്മയെ കൊല്ലിയെന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്കറിയാത്ത ഒരേ ഒരു കാര്യം, ഞാനല്ലല്ലോ അമ്മയെ കൊന്നേ. എൻ്റെ അമ്മയല്ലേ ഞാൻ. അങ്ങനെ ചെയ്യൂ? അവർ തന്നെയല്ലേ ഞാൻ വരാൻ കാത്തിരുന്നേ. എന്നിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അച്ഛൻ. എൻ്റെ ഒരു പിറന്നാൾ പോലും ആഘോഷിച്ചിട്ടില്ല. എനിക്ക് ആദ്യമായും പീരീഡ്സായ അന്ന് ആശമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. ദേവച്ചന് പനിയായോണ്ട് ആശമ്മ പോയി. പനിയായോണ്ട് എന്നെ കൊണ്ടുപോയില്ല. ഞാനാകെ പേടിച്ചു പോയി. ആരുമില്ലായിരുന്നു. എനിക്കിതേപ്പറ്റി വലിയ അറിവുമില്ല. ആകെ വേദനയുമെല്ലാമായി ഞാനാകെ തളർന്നു പോയി. അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആശിച്ചു പോയി. അച്ഛനോട് പറയാൻ ചെന്നപ്പോൾ എന്നെ ഒത്തിരി തള്ളി. എല്ലാ വേദനയും കൂടി എനിക്ക് സഹിക്കാൻ പറ്റാതെയായി. അപ്പോഴേക്കും ആശമ്മ വന്നു. പിന്നെ അച്ഛനെ കാണുന്നത് എനിക്ക് പേടിയാ. എന്നെ അച്ഛ എന്ന് വിളിക്കാൻ പോലും സമ്മതിക്കില്ല. പതിവ് പോലെ കള്ളും കുടിച്ച് വരുന്ന വഴിക്കൊരു കാർ അച്ഛനെ ഇടിച്ചു. അച്ഛൻ്റെ ഒരു കാല് പോയി. പിന്നെ അച്ഛനെ നോക്കിയതൊക്കെ ഞാനാണ്. പേടിയുണ്ടായിരുന്നു എങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന്. പക്ഷേ അതോടെ ആള് പാവായി. എന്നോട് കുറച്ചൊക്കെ മിണ്ടും. എനിക്കാകെ ഉള്ളത് അച്ഛനല്ലേ. അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ അതിന് നീർക്കുമിളയുടെ അത്ര ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 18 വയസ്സായതിൻ്റെ പിറ്റേന്ന് വീട്ടിലൊരു ബ്രോക്കർ വന്ന് കല്യാണാലോചനയുമായി. അച്ഛൻ പറഞ്ഞിട്ടാണത്രേ. ശരിക്കും എനിക്ക് ദേഷ്യവും സങ്കടവുമൊക്കെ വന്നു. അതിലുപരി ഭയവുമായിരുന്നു. ഇപ്പോഴും ഒരു ഭാര്യയാവാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ശമ്പളം മാത്രം വെച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനിപ്പോൾ ആകെ കടത്തിലാണ്. കുടിക്കാൻ വേണ്ടി ഒരുപാട് കടം വാങ്ങിക്കൂട്ടി. ചെറുക്കൻ്റെ പേര് പ്രവീണ്. അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ മരിച്ചു പോയതാണ്. എന്നോട് സമ്മതമൊന്നും ആരും ചോദിച്ചില്ല. അച്ഛൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു.
ആദ്യമായി അച്ഛൻ പറഞ്ഞതല്ലേ, ധിക്കരിക്കാൻ തോന്നിയില്ല. ആരുമില്ലാത്ത ചെക്കനായതുകൊണ്ട് അച്ഛൻ്റെ കൂടെ തറവാട്ടിൽ തന്നെ നിർത്താമെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വരാമെന്ന് അയാൾ പറഞ്ഞു. അച്ഛനും അത് സമ്മതിച്ചു. എനിക്കും അതൊരാശ്വാസമായിരുന്നു. അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് അധികം ആരെയും കൂട്ടാതൊരു താലികെട്ട്. പിന്നീട് നേരെ അയാളുടെ വീട്ടിലേക്കായിരുന്നു. ആശമയെയും ദേവച്ചനെയും ഒന്നും കല്യാണത്തിന് വിളിക്കാൻ അയാൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു സങ്കടമായി. എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. അവർ കല്യാണത്തിനില്ലാതെ എനിക്ക് ആകെ സങ്കടമായിരുന്നു. അയാളുടെ വീട്ടിലേക്ക് അച്ഛൻ വന്നില്ല, വയ്യാത്തതുകൊണ്ട്. വീട്ടിൽ ചെന്നതും അയാൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്. വേറെ ആരുമില്ല, ഒരു പരിചയവുമില്ല. എൻ്റെ കയ്യിൽ ഫോണ് പോലുമില്ല ആരെങ്കിലും ഒന്ന് വിളിക്കാൻ. പിന്നെ ക്ഷീണമുള്ളതുകൊണ്ട് ഒന്ന് ഫ്രഷായി പോയി കിടന്നു. ആകെ ഒരാശ്വാസം നാളെ തന്നെ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോകുമെന്നതായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ 7 മണിയാണ്. അപ്പോഴും അയാൾ വന്നിട്ടില്ല. എവിടെ പോയി എന്നറിഞ്ഞൂടാ. വിശക്കുന്നുണ്ടായിരുന്നു. ആകെ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അടുക്കളയിൽ പോയി നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ച് പുറത്തു പോയിരുന്നു. അല്പം കഴിഞ്ഞൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും അയാൾ ഇറങ്ങി. ആടി ആടി ബോധമുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്രയും കുടിച്ചിട്ടുണ്ടായിരുന്നു അയാൾ. അയാളടുത്തേക്ക് വരുംതോറും ഛർദ്ദിക്കാൻ തോന്നി. അത്രയും ദുർഗന്ധം അയാൾക്കുണ്ടെന്ന് തോന്നി. അയാളെൻ്റെ മുന്നിൽ വന്നു നിന്നു. ഒന്നും പറയാതെ കയ്യിൽ കയറി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അയാളുടെ ഒപ്പം നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും വേഗത്തിലാണ് അയാൾ നടക്കുന്നത്. മുറിയിൽ ചെന്നതും അയാൾ എന്നെ കട്ടിലേക്ക് തള്ളിയിട്ടു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ അയാൾ എൻ്റെ ദേഹത്തേക്ക് അമർന്നു. മദ്യത്തിൻ്റെയും മണവും അയാളോടുള്ള നിറഞ്ഞൊഴുകി. ആദ്യമായി അച്ഛനോട് ദേഷ്യം തോന്നി. തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൽ. ശരിക്കും ഇതൊരു റേപ്പ് തന്നെയല്ലേ? പതിയെ ബാത്റൂമിലേക്ക് നടന്നു. ആകെ വേദനിച്ചിട്ട് വയ്യെനിക്ക്. ഒരുവിധം കുളിച്ച് ആദ്യം വെള്ളം ദേഹത്ത് വീണപ്പോൾ അലറിക്കരയാൻ തോന്നി. അത്രയും ആഴത്തിലായിരുന്നു അയാൾ സമ്മാനിച്ച മുറിവുകൾ. ഒരുപോലെ നേറിപ്പുകഞ്ഞു മനസ്സും ശരീരവും. ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ബ്ലീഡിങ് അത്യാവശ്യമുണ്ട്. ഒരു പിടിയുമില്ല എന്ത് ചെയ്യായെന്ന്. നല്ല മുറിവുമുണ്ട്. ഒന്ന് പറയാൻ പോലും ആരുമില്ല. പതിയെ പുറത്തേക്കിറങ്ങി. അയാളെ കാണുമ്പോൾ ഭയമോ വെറുപ്പോ അറിയില്ല. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നി. അവിടെയുള്ളൊരു സോഫയിൽ പോയിരുന്നു. ആകെ വേദനിച്ചിട്ട് വയ്യ. ദൈവമേ, അന്ന് അമ്മയ്ക്ക് പകരം എന്നെ കൊന്നാ പോരായിരുന്നു നിനക്ക്. അടിവയർ പൊത്തിപ്പിടിച്ചിരുന്ന് കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയി എപ്പോഴോ. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. ആശ്വാസം തോന്നി. ആ കാലിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു. പതിയെ വേച്ച് വേച്ച് നടന്ന് താഴേക്കിറങ്ങി. നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിവ് നല്ല വേദനയുണ്ട്. ഇന്നിവിടെ നിന്നും പോകുമല്ലോ. തൻ്റെ വീട്ടിൽ നിന്നും ഇയാൾ ഇങ്ങനെ ഉപദ്രവിക്കില്ലല്ലോ. താഴെ ചെന്നിട്ടും അയാളെ കണ്ടില്ല. ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. പതിയെ മുറ്റത്തേക്കിറങ്ങി. ഇന്നാണ് ഇവിടെ ആകെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ചുറ്റും കാടുപോലെ ഒരു സ്ഥലം. കണ്ടാൽ തന്നെ പേടിയാവും. അധിക വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. ചുറ്റും നോക്കി ഒരേ ഒരു വീട് മാത്രം കാണാം. ബാക്കിയൊക്കെ മരങ്ങളാണ്. അവൾക്ക് ഭയം തോന്നി. അകത്തേക്ക് കയറാൻ നേരെ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. നീ ഏതാടി കൊച്ചേ? നിനക്കൊക്കെ വേറെ വല്ല പണി വല്ലതും എടുത്ത് ജീവിച്ചൂടെ? കണ്ട ആണുങ്ങളുടെ കൂടെ നിരങ്ങി നടക്കാതെ. ഒരു സ്ത്രീ അവളോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവൾ കരഞ്ഞുപോയി. ആരായെന്നറിയാത്ത ആൾക്കാർ പോലും തന്നോട് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? അതുപോലെ അവർ ഉദ്ദേശിച്ചത് ഞാനൊരു ചീത്ത പെണ്ണാണെന്നല്ലേ? ഹൃദയം തകരുന്ന പോലെ തോന്നി അവൾക്ക്. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ആ സ്ത്രീക്കും എന്തോ പോലെയായി. നീ ഏതാ കൊച്ചേ? എന്തിനാ കരയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? ഇവിടെയുള്ള വൃത്തികെട്ടവനുമായിട്ട് എന്താ ബന്ധം? അത് എൻ്റെ ഭർത്താവാണ് ചേച്ചി. എനിക്കൊന്നും അറിയില്ല. എൻ്റെ പേര് നക്ഷത്ര. എന്നെ ഒന്ന് രക്ഷിക്കുമോ ചേച്ചി? അവർ കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി. ചുണ്ട് മുറിഞ്ഞ് കല്ലിച്ച് നീല നിറത്തിൽ കിടക്കുന്നുണ്ട്. കഴുത്തിലൊക്കെ നഖം കൊണ്ട് വരഞ്ഞതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകളുണ്ട്. ആ വെളുത്ത ദേഹത്ത് അത് തെളിഞ്ഞ് കിടക്കുന്നു. ഒരു നിമിഷം അവർക്ക് അവരുടെ മകളെ ഓർമ്മ വന്നു. അവൾക്കാണിത് പറ്റിയിരുന്നെങ്കിൽ. മോളെ, ചേച്ചിയോട് ക്ഷമിക്കണം.
ഞാൻ കരുതി എന്നത്തെയും പോലെ ആയിരിക്കുമെന്ന്. കൊച്ചെന്തറിഞ്ഞിട്ടാ ആ തെമ്മാടിയെ കെട്ടിയത്? അവൻ്റെ കയ്യിലില്ലാത്ത ദുഷ്ടത്തരങ്ങളില്ല. തനി ചെകുത്താനാണ്. കൊച്ചിനെ കണ്ടിട്ട് ചെറുതാണെന്ന് തോന്നുന്നു. എത്ര വയസ്സുണ്ട്? എനിക്ക് 18 വയസ്സാണ്. ബ്രോക്കർ വഴി വന്ന ആലോചനയാണിത്. എനിക്ക് അയാളെ പറ്റി അധികമൊന്നും അറിയില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയി. അയാളുടെ എന്നറിയാം. ആര് പറഞ്ഞു വച്ചേ മരിച്ചു എന്ന്? ആ ദുഷ്ടൻ അവരെ കൊന്നുകളഞ്ഞതാ. ബിസിനസ് തുടങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയോട് സ്വർണം ചോദിച്ചു. അവർക്കിവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൊടുത്തില്ല. അതിന് കയ്യിൽ കെട്ടിയ ഇരുമ്പ് വടി കൊണ്ട് അവരുടെ തലക്കടിച്ചു. അപ്പോൾ തന്നെ അവൻ മരിച്ചു. തടയാൻ ചെന്ന തന്തയെ കൂടി കൊന്നു. ഇതുപോലൊരു നാറി ലോകത്ത് കാണൂല. കള്ള്, കഞ്ചാവ്, പെണ്ണ്, അവനില്ലാത്തതൊന്നുമില്ല. കൊച്ചിനറിയൂ, എനിക്കൊരു മോളാണ്. അതിനെയും ഈ തെണ്ടി കയറി പിടിക്കാൻ നോക്കി. അവൾക്കൊരാളെ ഇഷ്ടമായിരുന്നു. അവൻ ആ നേരം വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അവൻ കടിച്ചു കീറിയേനെ. ഞാൻ അന്നിവിടെ ഇല്ലായിരുന്നു. പിറ്റേന്ന് തന്നെ അവളെ അവന് കൈപിടിച്ചു കൊടുത്തു. ഞാൻ ഇനിയും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ ഇവിടെ നിർത്തുന്നേ? എന്നും വൈകിട്ട് ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് കാണാം. ചിലപ്പോൾ 2 or 3 ഒക്കെ കാണും. ചിലപ്പോൾ അതുങ്ങളുടെ ശബ്ദം എവിടം വരെ കേൾക്കും. അറപ്പ് തോന്നും കുഞ്ഞെ. ഇവിടെ നിന്ന് മാറിപ്പോകാൻ വേറെ സ്ഥലമില്ല. അല്ലെങ്കിൽ എപ്പോഴേ പോയേനെ. അവളുടെ കെട്ടിയോൻ എപ്പോഴും പറയും അങ്ങോട്ട് ചെല്ലാൻ. എന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കും. പക്ഷെ നമ്മളെങ്ങനെ അവിടെ പോയി നിൽക്കും? കൊച്ചെ, ഇവനുണ്ടല്ലോ, കള്ളു കുടിച്ച ചെകുത്താനാണ്. സ്വയം വേദനിപ്പിക്കുന്നതും കാണാം. ഒരു വല്ലാത്ത ജീവി. ഇതെല്ലാം കേട്ട് നിർവികാരതയോടെ നിൽക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ. ഇനി എന്തെല്ലാം തൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നൊരു പിടിയുമില്ല. എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ ചേച്ചി? എങ്ങോട്ടോ നോക്കി നിർവികാരിയായി ചോദിക്കുന്ന ആ കൊച്ചു പെണ്ണിനോട് എന്ത് പറയണമെന്നാണ് ആ സ്ത്രീക്കറിയില്ലായിരുന്നു. ദൈവം കൊച്ചിനെ രക്ഷിക്കുമെന്ന് അല്ലാതെ എന്ത് പറയാനാണ് കുഞ്ഞെ? ഞാൻ പറഞ്ഞെന്നു ആ ദുഷ്ടനോട് ചോദിക്കല്ലേ മോളെ. കൊന്നു കളയാൻ പോലും അവൻ മടിക്കില്ല. സ്വന്തം തള്ളയെയും തന്തയെയും കൊന്നവനാണ്. മോൾ സൂക്ഷിച്ചു നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്തെല്ലാം നടക്കുമെന്ന് ചേച്ചിക്കറിയില്ല. ചേച്ചി, എനിക്കിവിടെ വേദനിക്കുക. അടിവയറ് തൊട്ട് കാണിച്ച് അവൾ പറഞ്ഞു. അവർക്ക് പാവം തോന്നി അവളുടെ അവസ്ഥ കണ്ട്. ഇപ്പോഴും ചെറിയ ബ്ലീഡിംഗ് ഉണ്ട് ചേച്ചി. എനിക്ക് പേടിയാവുന്നു. മോളെ കരയണ്ട, വാ. ചേച്ചി വല്ല മരുന്നുണ്ടോ? ഒന്ന് നോക്കട്ടെ. ഒരു ഓയിൻമെൻറ്റ് എടുത്തു കൊടുത്ത്. മോളെ, ഇതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇതിവിടെയുള്ളൂ. ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ പോകണം കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകട്ടെ ചേച്ചി? അയാൾ ഇന്നെൻ്റെ വീട്ടിലേക്ക് പോകുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെല്ലട്ടെ? ചെല്ലു കൊച്ചേ. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ കാലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോ. അവൾ അവരോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോന്നു. മുറിയിൽ കയറി പൊട്ടിക്കരഞ്ഞു അവൾ. ഈ അവസ്ഥ ഒരാൾക്കും വരരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അതിലുപരി അയാളൊരു കൊലപാതകയാണ് എന്നതും, അതും സ്വന്തം അച്ഛനും അമ്മയും. അവൾ ആ ഓയിൻമെൻറ്റ് കയ്യിലെടുത്ത് മുറിവിലേക്ക് കുറച്ചാക്കി. നീറ്റിലധികമായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ആശങ്ക ഉണ്ടായിരുന്ന എങ്കിലും നോർത്തു. ദേവച്ചൻ അറിഞ്ഞാൽ എന്തായാലും എന്നെ ഇവിടുന്ന് രക്ഷിക്കും. പക്ഷേ എങ്ങനെയെന്നറിയില്ല. വിളിക്കാനൊരു ഫോൺ പോലുമില്ല. പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഒന്നുമില്ല കഴിക്കാൻ. ഈ നേരം വരെ ആകെ ഒരു ചായയാണ് കുടിച്ചത്. ആകെ ക്ഷീണം തോന്നുന്നു ശരീരത്തേക്കാൾ മനസ്സിന്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. അതെടുത്ത് കറി വെക്കാൻ പുഴുങ്ങാൻ വെച്ചു. അതിനുശേഷം അരിയെടുത്ത് അടുപ്പത്തിട്ടു. വളരെ പതിയാണ് അവൾ ഓരോന്നും ചെയ്യുന്നത്. അനങ്ങുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അത് കഴിഞ്ഞ് കറിക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും ചോറായി. കറി ഉണ്ടാക്കാൻ എളുപ്പത്തിൽ വെച്ച ചോറ് പാത്രത്തിൽ വിളമ്പി വെച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എന്തിനെന്നില്ലാതെ. കറിയായതും അതെടുത്ത് കഴിക്കാൻ കൈ കഴുകി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഉള്ളിലൂടെ ഒരു മിന്നൽ പിറപ്പ് പാഞ്ഞു പോയി. തന്നെ നോക്കി നിൽക്കുന്ന പ്രവീൺ കണ്ണുകൾ ചുവന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് പേടിയാകുന്ന രൂപം. തൻ്റെ ഉടലാകെ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. അയാളടുത്തേക്ക് വരുംതോറും തൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ഒരു വല്ലാത്ത ഭാവത്തോടെ അയാൾ മുന്നോട്ട് നടന്നു. അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ശ്വാസം ആഞ്ഞു വലിച്ചു. അയാളുടെ ചെയ്തികൾ അവളിൽ വെറുപ്പുളവാക്കി. പക്ഷെ ഒന്നും പറയാൻ അവൾക്ക് സാധിച്ചില്ല. അത്രത്തോളം അവൾ അയാളെ ഭയന്നു. ഒരു കൊലപാതകിയാണ് അയാളെ എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. എനിക്കിപ്പോൾ വേണം,
വേഗം വാ അങ്ങോട്ട്. അവളുടെ ഉള്ളിൽ ഒരാളിലുണ്ടായി. ഒരിക്കൽ കൂടെ ആ മരണവേദന അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് തീരെ വയ്യ. അവിടൊക്കെ മുറിഞ്ഞിരിക്കുക, എനിക്ക് പേടിയാ. പറഞ്ഞു തീരുന്നതിന് മുന്നേ കവളിൽ എന്തോ തരിപ്പ് പോലെ തോന്നി അവൾക്ക്. ആ ചതഞ്ഞ ചുണ്ടുകൾ വീണ്ടും പൊട്ടി ചോര വന്നു. അയാളുടെ കൈയുടെ ബലം അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. കവൾ പറഞ്ഞു പോകുന്ന വേദന തോന്നി അവൾക്ക്. വായിൽ ചോര ചുവ പടരുന്നു. നിസ്സഹായതയോട് അവൾ അവനെ നോക്കി നിന്നു. പക്ഷെ അവൻ്റെ മുഖത്തൊരിറ്റ് ദയയില്ലായിരുന്നു. നീ എന്താടി കരുതി എന്നെ പറ്റി? നീ എനിക്ക് പൈസ കൊടുക്കാതെ കൂടെ കിടക്കാനുള്ളൊരു പെണ്ണ് മാത്രമാണ്. അവളുടെ ഒരു വേദന. നിന്റെ അച്ഛനെ മാത്രമല്ല, ഒരാളെ നീ ഇനി കാണില്ല. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ കിടക്ക്, അതാണ് നിന്റെ ജോലി. ഇങ്ങോട്ട് വാടി. പറ്റാവുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ അയാളുടെ കരുത്തിന് മുന്നിൽ താൻ നിസ്സഹായായി പോയത് അവൾ അറിഞ്ഞു.